കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു റേഡിയോ പ്രിയോർ. എല്ലാവരും വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുമല്ലേ? ആനുവൽ എക്സാം കഴിഞ്ഞ് 2 മാസത്തെ വിശ്രമവും കഴിഞ്ഞ് നാം പുതിയൊരു ക്ലാസ് റൂമിനെയും ടീച്ചറെയും പരിചയപ്പെടാൻ പോകുന്നു. അതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുന്ന നാം തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞു പോയ ഒരു അധ്യയന വർഷം കാണാം. ഒരു കയ്പും മധുരവുമുള്ള ഓർമ്മയായി, അതിലുപരി തെറ്റുകൾ തിരുത്താനുള്ള ഒരു പുതിയ പാഠപുസ്തകവുമായി കഴിഞ്ഞു പോയ ആ അധ്യയന വർഷം നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കുന്നു. അവധിക്കാലത്തെ രസവും സന്തോഷവും പങ്കുവയ്ക്കുന്നതിനായി ഞങ്ങൾ 9Bയിലെ കൂട്ടുകാരും ഷേർലി ടീച്ചറും റേഡിയോ പ്രിയോറിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡുമായാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ പരിപാടികളിൽ പങ്കുചേർന്നാലോ? സോ ദിസ് ഈസ് ജെന്നിഫർ വിൻസൻ ഫ്രം 9B സൈനിങ് ഇൻ. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഓർമ്മകൾ. കയ്പും മധുരവും നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമ്പാദ്യമാണ് ഓർമ്മകൾ. അവധിക്കാലത്തെ ഓർമ്മകൾ നമുക്ക് പ്രിയമുള്ളവയായിരിക്കും, അല്ലേ കൂട്ടുകാരെ? അതുപോലെ ഒരു അവധിക്കാലത്തിൻ്റെ ഓർമ്മയുമായി എത്തുന്നു ഗൗരി ശങ്കർ. റേഡിയോ പ്രിയോറിലൂടെ അവധിക്കാലത്തെക്കുറിച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ടീച്ചർ പറഞ്ഞപ്പോൾ ഓർത്തെടുക്കാൻ നേരമെടുത്തു. ഏപ്രിൽ മാസം വളരെ വൈബ്രൻ്റ് ആയിരുന്നു. വിഷുവിന് അച്ഛൻ്റെ വീട്ടിൽ പോയതും വിഷു കൈനീട്ടം കിട്ടിയതെല്ലാം പടക്കം പൊട്ടിക്കാൻ ചെലവിട്ടതും ഉത്സവത്തിന് അച്ഛൻ്റെ വീട്ടിൽ പോയി ഒരാഴ്ചക്കാലം താമസിച്ചതും എല്ലാം ഓർത്തെടുത്തപ്പോൾ അടിപൊളിയായിരുന്നു. കൂട്ടുകാരോടൊത്ത് വൈകിട്ടുള്ള കളി, 10ാം ക്ലാസ്സുകാരനായതിനാൽ അതും നിർത്തിക്കളയുമോ എന്ന പേടിയുണ്ട്. ഒത്തിരി സിനിമകൾ കണ്ടു. ക്ലാസിക് സിനിമയെക്കുറിച്ച് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയത് അവധിക്കാലത്തെ വേറിട്ട അനുഭവം തന്നെയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ 2K കിഡ്സിന് എന്തവധി! പാരൻസ് അവരുടെ അവധിക്കാല അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മൾക്ക് ഒരു നല്ല പിന്നോട്ട് പോക്ക് വേണ്ടതല്ലേ എന്ന് തോന്നിപ്പോകും. എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ. വേനലവധിക്കാലം കഴിഞ്ഞ് സ്കൂളിലേക്ക് അടിച്ചു പൊളിക്കാല്ലേ. നൗ ഗൗരി ശങ്കർ സൈനിങ് ഓഫ്. നാം അവധിക്കാലം ആഘോഷിക്കുന്ന സമയത്തും നമ്മുടെ സന്തോഷം നിലനിർത്താനായി സ്വന്തം സന്തോഷം ത്യജിക്കുന്ന ചിലർ നമുക്ക് ചുറ്റുമുണ്ട്. അവരവരുടെ ഊണുമുറക്കവും, എന്തിനേറെ പറയുന്നു സ്വന്തം ജീവൻ വരെ നമുക്കായി മാറ്റിവെക്കുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തേക്കാകുന്ന ധീരന്മാരെക്കുറിച്ചാണ്. നാം അവരെ സൈനിക ദിനത്തിലും മറ്റും മാത്രം ഓർത്താൽ പോരാ. നമുക്ക് വേണ്ടി ജീവൻ ത്യജിച്ച എത്രയോ മഹാത്മാക്കളുണ്ട്. അവർക്കെല്ലാം ആദരവർപ്പിച്ചുകൊണ്ട് 9Bയിലെ നമ്മുടെ കൂട്ടുകാരൻ ദാവീദ് പോൾ ഒരു കവിത ആലപിക്കാൻ പോകുന്നു. നമുക്ക് ദാവീദിൻ്റെ കവിത കേട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ധീരന്മാരെ സ്മരിക്കാം. നമസ്കാരം. ശ്രീ സഞ്ജയ് അമ്പലപ്പറമ്പത്ത് എഴുതിയ അച്ഛൻ വരുന്നുണ്ട് എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച എല്ലാ ധീരജവാന്മാർക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. അച്ഛൻ വരുന്നുണ്ടിന്നു വരുന്നുണ്ടുച്ചയോടെത്തുമേ നമ്മ ചൊല്ലി, എപ്പോഴുമേറെ ചിരിച്ചമ്മ ചൊല്ലുന്ന കാര്യമിന്നെന്തേ കരഞ്ഞു ചൊല്ലി. അച്ഛൻ വരുന്നുണ്ടിന്നു വരുന്നുണ്ടുച്ചയോടെത്തുമേ നമ്മ ചൊല്ലി, എപ്പോഴുമേറെ ചിരിച്ചമ്മ ചൊല്ലുന്ന കാര്യമിന്നെന്തേ കരഞ്ഞു ചൊല്ലി.
വീട്ടുപറമ്പിലെ മാവിൻ്റെ കൊമ്പുകൾ വെട്ടിമുറിക്കുന്നതെന്തിനമ്മേ? വേനലവധിക്കച്ഛൻ വരുന്നേരം വേറെ വീടൂഞ്ഞാലു കെട്ടിയാടും. അച്ഛൻ്റെ ചിത്രം പത്രത്തിലെന്തിന്ന് അച്ചടിച്ചിങ്ങനെ വന്നതമ്മേ? കണ്ടിരുന്നു അമ്മ തൊട്ടുമുകളിലെ വണ്ടികൾ പൊട്ടിപ്പൊളിഞ്ഞ ചിത്രം. അച്ഛൻ വരുന്നെന്നറിഞ്ഞിട്ടുമിന്നമ്മ ഉച്ചയൂണെന്തേ ഒരുക്കാത്തത്? വേഗമൊന്നെന്നച്ഛൻ വന്നിരുന്നെങ്കിൽ വാരിയെടുത്തെന്നെയൂട്ടിയേനെ. കാശ്മീരിനെ പറ്റി അച്ഛൻ പറഞ്ഞു, കൗതുകം കൊണ്ടു ഞാൻ വാ പൊളിച്ചു. മഞ്ഞുമലകൾ നിറഞ്ഞൊരു സ്വർഗം മോഹിച്ചു പോയതു കേട്ട നേരം. എന്തിനാണച്ഛൻ നമ്മെ തനിച്ചാക്കിയെന്നും ആ സ്വർഗത്തിൽ ചെന്നിരിപ്പൂ? ഇനി നമ്മളില്ലാതെ പോവുവാനാണേ, ഇടികൊടുക്കാതെ വിടരുതമ്മേ. അച്ഛനെ പോലെ വസ്ത്രം ധരിച്ച് ആരൊക്കെയാണോ വരുന്നതിങ്ങ്? ഇന്ത്യൻ പതാക കൊണ്ടു പുതപ്പിച്ച ഇത്രയും പോന്നൊരു പെട്ടിയുമായി അമ്മയുടെ കുഞ്ഞേലെ കുഞ്ഞുവാവയ്ക്ക് അച്ഛനയച്ച സമ്മാനമാവും. അച്ഛൻ വരുമെന്ന് ചൊല്ലിയിട്ടെന്തേ അച്ഛനെ മാത്രം കാണാത്തത്? അച്ഛൻ വരുന്നുണ്ടിന്നോ വരുന്നുണ്ടുച്ചയോടെത്തുമേ നമ്മ ചൊല്ലി. എപ്പോഴുമേറെ ചിരിച്ചമ്മ ചൊല്ലുന്ന കാര്യമിന്നെന്തേ കരഞ്ഞു ചൊല്ലി. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. അടുത്തതൊരു കഥയായാലോ? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അറിയപ്പെടുന്ന കൃതികളിലൊന്നായ ബാല്യകാല സഖി ഒരു ചെറിയ കഥയായി അവതരിപ്പിക്കുന്നു നമ്മുടെ കൂട്ടുകാരി ഫിലോമിന. പ്രിയ സുഹൃത്തുക്കളെ, മലയാളികളുടെ നെഞ്ചിൽ പ്രണയത്തിൻ്റെ സുഗന്ധവും വിരഹത്തിൻ്റെ കണ്ണീരും പേയിച്ച വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന അനശ്വര പ്രണയകഥയിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. നമ്മുടെയൊക്കെ നാട്ടിൽ കാണാറുള്ളതുപോലെ കുഞ്ഞുനാളിൽ ഒരുമിച്ച് മണ്ണിൽ കളിച്ച് വളർന്ന രണ്ടു പേരായിരുന്നു മജീദും സുഹറയും. മജീദ് ഒരു പണക്കാരനായ വീട്ടിലെ കുട്ടിയും സുഹറ തൊട്ടടുത്ത വീട്ടിലെ പാവപ്പെട്ട പെൺകുട്ടിയുമായിരുന്നു. കുട്ടിക്കാലത്തെ ആ കുസൃതികളും പിണക്കങ്ങളും ഇണക്കങ്ങളുമൊക്കെ സ്കൂളിലെത്തിയപ്പോഴേക്കും അവർ പോലും അറിയാതെ ആഴമേറിയ പ്രണയമായി മാറി. പക്ഷേ മജീദ് പഠനത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കാതെ വന്നപ്പോൾ പിതാവ് അവനെ കഠിനമായി ശകാരിച്ചു. ഇതിൽ സങ്കടവും വാശിയും തോന്നിയ മജീദ് സ്വന്തം കാലിൽ നിന്ന് പണം സമ്പാദിക്കാനായി ആരും അറിയാതെ വീട് വിട്ടിറങ്ങി. പല നാടുകളിൽ അവൻ അലഞ്ഞു തിരിഞ്ഞു. എന്നാൽ അവൻ നാട്ടിലില്ലാതിരുന്ന ആ സമയത്ത് വിധി അവരുടെ ജീവിതം മാറ്റിമറിക്കുകയായിരുന്നു. മജീദിൻ്റെ കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലേക്ക് വീണു. മറുഭാഗത്ത് സുഹറയുടെ ജീവിതവും ദുരിതപൂർണമായി മാറി. അവളുടെ വീട്ടിലെ കടുത്ത ദാരിദ്ര്യം കാരണം ഇഷ്ടമില്ലാതിരുന്നിട്ടും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി സുഹറയ്ക്ക് മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ ക്രൂരനായ ഒരു ഭർത്താവിൻ്റെ പീഡനങ്ങളായിരുന്നു അവളെ കാത്തിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് അനുഭവങ്ങളുമായി മജീദ് നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ കാണുന്നത് തകർന്നു പോയ തൻ്റെ കുടുംബത്തെയും ഭർത്താവ് ഉപേക്ഷിച്ചതും മൂലം രോഗബാധിതയായി ദുരിതക്കയത്തിൽ കഴിയുന്ന തൻ്റെ പ്രാണസഖി സുഹറയുമായിരുന്നു. ആ അവസ്ഥയിലും അവളെ നെഞ്ചോട് ചേർക്കാൻ മജീദ് ആഗ്രഹിച്ചു. പക്ഷേ അവൾക്കൊരു നല്ല ജീവിതം നൽകാനും സ്വന്തം കുടുംബത്തെ രക്ഷിക്കാനും അവന് പണം ആവശ്യമായിരുന്നു. അതിനായി വിധിക്ക് മുൻപിൽ തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ വീണ്ടും പണം സമ്പാദിക്കാൻ അവൻ ദൂരദേശത്തേക്ക് വണ്ടി കയറി. നഗരത്തിലെ ഒരു വർക്ക്ഷോപ്പിൽ ചോര നീരാക്കി പണിയെടുക്കുന്നതിനിടയിൽ ഒരു വൻ അപകടം സംഭവിക്കുകയും മജീദിന് തൻ്റെ ഒരു കാൽ നഷ്ടപ്പെടുകയും ചെയ്തു. ഒരു കാൽ നഷ്ടപ്പെട്ടിട്ടും സുഹറയെ കൂടെ കൂട്ടണമെന്ന ഒരൊറ്റ പ്രതീക്ഷയിലാണ് അവൻ ജീവിതം നിലനിർത്തിയത്. പക്ഷേ വിധി അപ്പോഴും അവരെ പരിഹസിക്കുകയായിരുന്നു.
ഒടുവിൽ മജീദിനെ തേടിയെത്തിയത് സുഹറയുടെ മരണവാർത്തയായിരുന്നു. കടുത്ത രോഗബാധിതയായി തൻ്റെ പ്രിയപ്പെട്ട മജീദിനെ ഒരു നോക്ക് കാണാൻ പോലും ആകാതെ അവൾ കണ്ണുകൾ അടച്ചു. തൻ്റെ പ്രാണനായവളുടെ ഓർമ്മകൾ മാത്രം ബാക്കിയാക്കി ഒരു കാൽ നഷ്ടപ്പെട്ട അവസ്ഥയിലും ജീവിതത്തോട് പൊരുതാൻ മജീദ് തീരുമാനിക്കുന്നിടത്താണ് ഹൃദയം നുറങ്ങുന്ന ഈ പ്രണയകഥ അവസാനിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, മജീദിൻ്റെയും സുഹറയുടെയും ഈ കഥ വെറുമൊരു പ്രണയകഥ മാത്രമല്ല, വിധിക്കു മുന്നിൽ തളരാതെ നിൽക്കുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യമാണ്. നഷ്ടങ്ങൾ മാത്രമുണ്ടായിട്ടും തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ മുന്നോട്ടു പോകുന്ന മജീദ് ഓരോ മനുഷ്യൻ്റെയും പ്രതീകമാണ്. കേൾവിക്കാരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ കഥ ഒരു ചെറിയ വിങ്ങലായി അവശേഷിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമുക്കൊരു സിനിമാ ഗാനം കേട്ടാലോ? ആശാൻ എന്ന സിനിമയിലെ കുഞ്ഞിക്കവിൽ മേഘമേ എന്ന് തുടങ്ങുന്ന ഒരു മനോഹര ഗാനവുമായി എത്തുന്നു 9Bയിലെ ഗായിക നിവേദിത. കുഞ്ഞിക്കവിൽ മേഘമേ തുള്ളിത്തുളുമ്പാതെ നീ പഞ്ഞിച്ചൊരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ട് മുറിയും ചെറുമുന നോക്ക കൊണ്ട് വിളറും ഒരു നേത്ത പൈതലിൻ്റെ മുഖമേ വിങ്ങിപ്പിടയാതെ നീ വെറുതെ വെറുതെ ഈ നമ്പരമിതോ വെറുതെ കുഞ്ഞിക്കവിൽ മേഘമേ തുള്ളിത്തുളുമ്പാതെ നീ പഞ്ഞിച്ചൊരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ട് മുറിയും ചെറുമുന നോക്ക കൊണ്ട് വിളറും ഒരു നേത്ത പൈതലിൻ്റെ മുഖമേ വിങ്ങിപ്പിടയാതെ നീ വെറുതെ വെറുതെ ഈ നമ്പരമിതോ വെറുതെ പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. വെക്കേഷനൊക്കെ ആയിട്ട് കുറച്ച് കുക്കിംഗ് ആയാലോ? അടിപൊളി ഒരു കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പി നമ്മോട് പങ്കുവയ്ക്കുന്നു ജോ ആൻ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ വെക്കേഷൻ കാലത്ത് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. റെസിപ്പിയുടെ പേര് കാരമൽ പുഡിംഗ്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. വെറും 4 ഇൻഗ്രീഡിയൻസ് മതി. ഇൻഗ്രീഡിയൻസ് 2 മുട്ട, പഞ്ചസാര, പാല്, വാനില എസൻസ്. ഇനി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക, 1/2 കപ്പ് പഞ്ചസാര ഇടുക, 1/2 കപ്പ് വെള്ളം എല്ലാം കൂടി മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും കണ്ടെയ്നറിലോട്ട് മാറ്റാം. പിന്നീട് ഒരു ബൗൾ എടുക്കുക, 2 മുട്ട, 1 ടീസ്പൂൺ പഞ്ചസാര, 1 കപ്പ് പാല്, 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് അരിച്ചെടുത്തിട്ട് ഈ കണ്ടെയ്നറിലോട്ട് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ആവിയിൽ വേവിച്ചെടുത്തിട്ട് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ കഴിഞ്ഞാൽ ഇത് സേവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണിത്. എന്താ കൂട്ടുകാരെ, ബക്രീദൊക്കെ ആയിട്ടൊരു മാപ്പിളപ്പാട്ട് കേട്ടാലോ? ഇതാ അടിപൊളി ഒരു മാപ്പിളപ്പാട്ടുമായി എത്തുന്നു 9Bയിലെ കൂട്ടുകാരി നജ്മ. തെക്കുബീരും ധ്വനി പൊങ്കും പടക്കള്ളമുഖത്തിൻ്റെ തതി
തടിപ്പറ്റ തീരത്താകുപ്പൻ നടുവ് തൊക്കികരം പിടുത്തതും തനിക്ഷണം ഇസഹബം തിക്കുടറി നയനം ഇതനിലാക്കി തെക്ക് പേരും ധ്വനി പൊങ്കും അടർക്കളം മുഖത്തിന്റെ തടിപ്പറ്റ തീരത്താകുപ്പൻ നടുവ് തൊക്കികരം പിടുത്തതും തനിക്ഷണം ഇസഹബം തിക്കുടറി നയനം ഇതനിലാക്കി കരമളമീട്ടി ചുങ്കൾ കൊടിയിടതേങ്കി കളമേലി എങ്കും തുറതുറ വെട്ടി പെട്ടാലേ വീടിട ശൂര തട്ടിൽ നിബി കൊണ്ടിട തേങ്ങി പെട്ടാലേ വീടിട ശൂര തട്ടിൽ നിബി കൊണ്ടിട തേങ്ങി മക്കികളിൽ സുഖസുന്ദരനിന്ന് ഒക്കെ കഫൻ പുടപ്പ് കൊടിയ മക്കികളിൽ സുഖസുന്ദരനിന്ന് ഒക്കെ കഫൻ പുടപ്പ് കൊടിയ ഹക്കിലതിർപ്പം പങ്കോഷം മികവാ മിക്കോ സുഗർഗപ്പോൾ ഷൗക്കിലറിപ്പം പങ്കോഷം തികവാ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. പുകയില മനുഷ്യരാശി നേരിടുന്ന വൻ വിപത്തായ ലഹരികളിലൊന്നാണ് ഇവ. മനുഷ്യൻ്റെ ശ്വാസകോശത്തെ കാർന്നു തിന്നുന്ന ഇവയെ നേരിടാനായി മെയ് 31 നാം പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. പുകയിലയും അവയുണ്ടാക്കുന്ന വിപത്തുകളെയും കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു 9Bയിലെ കൂട്ടുകാരൻ ആൽവിൻ. പ്രിയമുള്ളവരെ, എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഇത് വെറുമൊരു ദിവസമല്ല, മറിച്ച് മനുഷ്യരാശിയുടെ ആരോഗ്യത്തിന് നേരെയുള്ള ആഗോള ഉണർത്തുവിളിയാണ്. പ്രതിവർഷം 80 ലക്ഷത്തിലധികം ആളുകളുടെ ജീവനാണ് പുകയില ഉപയോഗം മൂലം ലോകത്ത് പൊലിയുന്നത്. ഇത് ശ്വാസകോശങ്ങളെ തകർക്കുകയും കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തുകയും ചെയ്യുന്നു. ആരോഗ്യത്തെ മാത്രമല്ല, നമ്മുടെ പരിസ്ഥിതിയും പുകയില കൃഷിയും മാലിന്യങ്ങളും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇന്ന് ഇലക്ട്രോണിക് സിഗരറ്റുകൾ, ഫ്ലേവേർഡ് നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾ വഴി പുതിയ തലമുറയും യുവാക്കളെയും ഈ ലഹരി വഴിയിലേക്ക് വീഴ്ത്താൻ പുകയില കമ്പനികൾ ശ്രമിക്കുന്നു. പുകയില ഉപേക്ഷിക്കുക എന്നത് സ്വന്തം ശരീരത്തോടും സമൂഹത്തോടും ചെയ്യുന്ന വലിയൊരു നന്മയാണ്. ലഹരി വിമുക്തമായ ഒരു നല്ല നാളേക്ക് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. പുകയില്ലാത്ത ഒരു ഭാവി നമുക്ക് പടുത്തുയർത്താം. നന്ദി, നമസ്കാരം. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. സോ എല്ലാ ഫ്രണ്ട്സിനും ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാ കൂട്ടുകാരും അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുമെന്ന വിശ്വാസത്തോടെ ദിസ് ഈസ് ക്ലാസ് 9B വിത്ത് ഷേർലി ടീച്ചർ. ഇറ്റ്സ് മീ ജെനിഫർ വിൻസെന്റ് സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ